ക്യാരക്ടേഴ്സിന്റെ പെർസ്പെക്റ്റീവിലൂടെ സിനിമയെ നോക്കി കാണുന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. കിളിച്ചുണ്ടൻ മാമ്പഴമേ കിളിക്കൊത്താത്തേൻ പഴമേ. ഒരേമലൊരു കുട്ടി ഉണ്ടെങ്കിൽ ഈ കാണായ നാട് മുഴുവനും ഹാജിയാറിന്റെ കാൽച്ചൂട്ടിലാവെന്ന് പറഞ്ഞേക്കുന്നു. ആര്? നമ്മുടെ ഇരുന്തലക്കാട് നമ്പൂരിച്ചെന്ന്. ഈ കെട്ടിലൊരു കൊച്ചുണ്ടാവുന്നും അതോടെ ഈ കാണായ പ്രദേശം മുഴുവനും ഹാജിയാരുടേതാവും ആ നമ്പൂരിശൻ പറഞ്ഞിരിക്കുന്നത്. നീയൊക്കെ കൂടിയ അയാൾ ഇങ്ങനെ വെറുതാക്കണത്. ഇരുന്തലക്കാടന്റെ വാക്കും കേട്ട് നിക്കാഹ് കഴിക്കാൻ നടക്കലാണ് കോലറക്കില് മൊയ്തൂട്ടി ഹാജിയാറിന്റെ പണി. ചേക്കുട്ടിയുടെ മകൾ ആമിനയെ നിക്കാഹ് കഴിച്ചുകൊണ്ടുവരുന്ന മൊയ്തൂട്ടിക്ക് ഭർത്താവ് എന്നൊരു സ്ഥാനം അവിടെ കിട്ടുന്നില്ല. അല്ലെങ്കിൽ ആമിന അയാളെ ഭർത്താവായിട്ട് കാണുന്നില്ല. കാരണം അവിഹിതം. നല്ല പരിപാടിയാ. ഇവിടെ ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല. അബ്ദുൽ ഖാദർ എന്ന അബ്ദുവും ആമിനയും തമ്മിൽ കുട്ടിക്കാലം മുതൽ ഇഷ്ടത്തിലാണ്. ഇത് ഇന്നലെയും തുടങ്ങിയ ബന്ധമല്ല, ഇത് മറ്റത് പ്രേമം. ആമിനയുടെ വീട്ടുകാർ പക്ഷെ ഈ ഒരു ബന്ധത്തിന് സമ്മതിക്കുന്നില്ല. അവർ ഈ പെങ്കൊച്ചിനെ മൊയ്തൂട്ടി ഹാജിയായിട്ട് കെട്ടിക്കുന്നു. ഇവൾക്കാണെങ്കിൽ അബ്ദു ഇല്ലാതെ ജീവിക്കാനും പറ്റുന്നില്ല. മൊയ്തൂട്ടി ഹാജിയുടെ നാട്ടിലെത്തി ആമിനയെ മൊയ്തൂട്ടി ഹാജിയിൽ നിന്നും തട്ടിയെടുത്ത് കല്യാണം കഴിക്കുന്നതാണ് കിളിച്ചുണ്ടൻ മാമ്പഴത്തിലെ കഥ. പ്രണയം ലീഡിംഗ് ടു മാരേജ്. കാര്യം പെണ്ണിന്റെ മനസ്സറിയാതെ നടത്തുന്ന ഒരു കല്യാണമാണിതെങ്കിലും കുടുങ്ങിയപ്പോ ആര് കുടുങ്ങി? പാവം മൊയ്തൂട്ടി ഹാജിയാർ കുടുങ്ങി. അബ്ദു ആമിനയെ കാണാൻ മരം വെട്ടുകാരന്റെ രൂപത്തില് മൊയ്തൂട്ടിയുടെ വീട്ടിൽ കയറാൻ നോക്കി. ആ പ്ലാൻ ചീറ്റിപ്പോയി. അബ്ദു അടുത്ത ഊടായ്പോയിട്ട് വന്ന് വലിഞ്ഞു കയറി. അതും തവിടുകൂടി. അണ്ണാൻ വിട്ടു കൊടുക്കോ? അണ്ണ ട്രാക്കൊന്ന് മാറ്റി ഞങ്ങൾ പിടിച്ചു. പക്ഷെ അതിനും വലിയ ആയുസൊന്നും ഉണ്ടായില്ല. എങ്ങനെയെങ്കിലും ആമിനെ കാണാൻ വേണ്ടി അബ്ദു ഒരറ്റ കൈ പ്രയോഗം നടത്തി. ഇത് മൊയ്തൂട്ടി കൈയോടെ പൊക്കുകയും വലിയൊരു പ്രശ്നമായി ഇത് മാറുകയും ചെയ്തു. പാമ്പിനെ കിട്ടിയില്ല, ഒരു പന്നിനെ കിട്ടി. രാജവെമ്പാല ഔത്തിരുന്ന് സിനിമ കാണുന്നു. വേണമെങ്കിൽ കൂടെ പോയിരുന്ന് കണ്ടോളി. എടാ വല്ലവൻ നിക്കാഹ് കഴിച്ച പെണ്ണെ തട്ടിയെടുക്കാൻ നാണമില്ലടാ. പറ്റൂല. പെണ്ണല്ല പെണ്ണ. ഓർമ്മയുള്ള കാലം മുതല് നമ്മുടെ കൽവിൽ വരച്ചിട്ടതാ ഓളുടെ പടം. അത് മായൂല. അല്ല അബ്ദു, ഈ എത്രയൊക്കെ ആമിനെ സ്നേഹിച്ചിട്ടും ഈ ഇല്ലാത്ത സാഹചര്യത്തിൽ മറ്റൊരുത്തിന്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചതല്ലേ ആമിന? എങ്ങനെ തോന്നി പെണ്ണെ? കെട്ടി ഒരുങ്ങ. ഇതാ ഞാൻ പറഞ്ഞത്, പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല. കല്യാണം കഴിഞ്ഞ് ആമിനെ ഒന്ന് തൊടാൻ പോലും നമ്മുടെ അബ്ദു മൊയ്തൂട്ടീനെ സമ്മതിച്ചിട്ടില്ല. പെടക്കണ മത്തിയെ മുമ്പിൽ വെച്ചിട്ട് എത്ര കാല പൂച്ച വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുക. അബ്ദുവിന്റെ പ്ലാൻ പ്രകാരം ആമിന ബോധം കെട്ട് വീഴുന്നു. ദേഹത്ത് ബാധ കയറിയ പോലെ അഭിനയിക്കുന്നു. മറു സൈഡിലൂടെ മൊയ്തൂട്ടിയുടെ തലയിൽ തേങ്ങ വെട്ടിയിടുന്ന അബ്ദുവിനെ നമുക്ക് കാണാം. തെങ്ങ് ചൈക്കൂല എന്ന് പറയുന്ന ഇമാറുകളൊക്കെ വെട്ടിക്കൊല്ലണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, തലയിൽ തേങ്ങ വീണ് മൊയ്തൂട്ടി എങ്ങാനും തട്ടിപ്പോയിരുന്നെങ്കിലോ? പിന്നീട് അബ്ദുവും കൂട്ടരും ഇരുന്തലക്കാടനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആമിനെ ഉപേക്ഷിക്കാൻ മൊയ്തൂട്ടിയെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ബന്ധം ശരിയാവില്ല, നിങ്ങളതങ്ങ് വേണ്ടെന്ന് വെച്ചേക്ക്. തിരുമേനി ഒരു വേണ്ടി മറ്റേടത്ത് വർത്താനം പറഞ്ഞു. ഒരുത്തന്റെ കുടുംബം നശിപ്പിക്കാനായിട്ട് അവന്റെ ശത്രുക്കൾ ഒരു സൈഡിൽ, മറു സൈഡിൽ ഈ ശത്രുക്കളുടെ കൂടെ നിൽക്കുന്ന സ്വന്തം ഭാര്യ. പെണ്ണിന്റെ അവിഹിതം നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ അറിഞ്ഞ് പ്രശ്നമാകെ വഷളായി. മൊയ്തൂട്ടിക്കാണെങ്കിൽ അവളെ ഉപേക്ഷിക്കാനും വയ്യ, അബ്ദുവിനാണെങ്കിൽ അവളെ വറക്കാനും വയ്യ. എന്തൊക്കെ ദ്രോഹങ്ങളാണ് മൊയ്തൂട്ടി ഫേസ് ചെയ്തത്. ശാരീരിക പീഡനം, മാനസിക പീഡനം, ധനനഷ്ടം, മാനഹാനി. അബ്ദു എന്തായാലും ഇത്രയൊന്നും അനുഭവിച്ചിട്ടില്ല. സ്വന്തം ഇക്കയെ കൊന്നത് അബ്ദു ആണെന്നുള്ള തെറ്റിദ്ധാരണയുടെ പുറത്ത് അബ്ദുവിനെ വേണ്ടാന്ന് വെക്കുന്നുണ്ട് ആമിനയുടെ. നിങ്ങൾക്ക് നല്ലതേ ചെയ്തിട്ടുള്ളൂ. ഒന്നുമില്ലെങ്കിലും എന്റെ ഇക്കാക്കാനെ കൊന്നവന്റെ കൂടെ പൊറുക്കാൻ പറ്റില്ലല്ലോ. ഹൈ, ഇതേ ആമിനയല്ലേ അബ്ദു വേറെ കെട്ടിയെന്ന് പറഞ്ഞപ്പോ മറ്റൊരു കല്യാണത്തിന് സമ്മതിച്ചത്. ഉളുപ്പുണ്ട് ആമിന എനക്ക്? പ്രാഗീതല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഒരു പെണ്ണ്, അവളുടെ ക്യാമുവന്റെ കൂടെ ഒളിച്ചോടി പോകാൻ തയ്യാറായിട്ട് നിൽക്കുവാണ്. ഈ ക്യാമുവനാണെങ്കിൽ 24 മണിക്കൂറും ഈ വീടിന്റെ പരിസരത്ത് ചുറ്റിപ്പറ്റി നടക്കുന്നു. ഇവിടെ ആരുടെ ഭാഗത്താ ന്യായം? സത്യത്തിൽ ഇവിടെ 3 പേരുടെ ഭാഗത്ത് ശരികളും ഉണ്ട്, തെറ്റുകളും ഉണ്ട്. മൊയ്തൂട്ടി അവർക്ക് ഒരു കുറവും വരാതെ സുരക്ഷിതമായിട്ട് നോക്കിയാനെ. അല്ല, നമ്മൾ അനക്ക് ഒരു കുറവും പറ്റൂല. പിന്നെ എന്തെല്ലാം ഉണ്ട് ആശ? പറഞ്ഞു. വടക്കേ പോയില്ലേ 500 പറ കണ്ടോ? അന്റെ പേരിൽ എഴുതി തരട്ടെ? വേണ്ട. പിന്നെ എന്താ വേണ്ടേ? 10 കൊമ്പനാനെ തരട്ടെ? ഒരു പക്ഷെ ആമനെ 2K കിഡായിരുന്നെങ്കിൽ
മൊയ്തൂട്ടിനെ വിട്ട് ഒരു കാലത്തും പോയില്ലായിരുന്നു. നമുക്ക് ഭർത്താവിനെ കൊണ്ട് മുടിപ്പിക്കാം. എന്തായാലും കുറെ കുത്തും ചവിട്ടും നാണക്കേടും മാനക്കേടും ഏറ്റുവാങ്ങിക്കൊണ്ട് മൊയ്തൂട്ടി അവളെ തലാക്ക് ചൊല്ലി ഉപേക്ഷിച്ചു. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി, ഇല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. എന്നാൽ ആ പാവം മനുഷ്യന് എന്തൊക്കെ കിനാവ് കണ്ടോ.